നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിങ് വേൾഡ്. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മതിൽ കഴുകാനായിട്ട് അവർ വരാമെന്ന് പറഞ്ഞായിരുന്നു. ഉച്ച കഴിഞ്ഞ് വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു 3:30 വരെയൊക്കെ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് അവർ വന്നില്ല. അപ്പോൾ സമയം കളയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ തയ്ക്കാനായിട്ട് വന്നിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഒരു പകുതിയോളം തയ്ച്ച് വെച്ചതാണ്. അപ്പോൾ അത് അവർ വരുന്ന അത്രയും നേരം തയ്ച്ച് തീർക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവർ വിളിക്കുമ്പോഴത്തേക്ക് പിന്നെ പുറത്തോട്ട് ചെന്നാൽ മതിയല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തയ്ക്കാനൊന്നും അറിയില്ല കേട്ടോ. എൻ്റെ ഡ്രസ്സ് ഞാനാണ് തയ്ക്കുന്നത്. വല്ലപ്പോഴും ഞാൻ പുറത്ത് കൊടുത്ത് തയ്ക്കാറുള്ളൂ. അമ്മയും ചേച്ചിയും നന്നായിട്ട് തയ്ക്കും. അപ്പോൾ അവർ ചെയ്യുന്നത് കണ്ട് പഠിച്ചതാണ് കേട്ടോ. ചെറുപ്പത്തിലൊക്കെ അമ്മ ശരിക്കും അടിയൊക്കെ തരുമായിരുന്നത് തയ്യൽ പഠിക്കാത്തതിന്. പക്ഷേ അവർ ചെയ്യുന്നത് കണ്ട് പഠിച്ച് ഇപ്പം അത്യാവശ്യം എനിക്കുള്ളത് തയ്ക്കും. വലിയ പെർഫെക്റ്റ് അല്ലെങ്കിലും കുഴപ്പമില്ലാതെ തയ്ക്കും. അപ്പോൾ ഞാനൊരു പുതിയ ഒരു ഡിസൈനൊക്കെ കയ്യിലൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. അപ്പോൾ വീട്ടിൽ ഇടുന്ന ഡ്രസ്സിലാകുമ്പോൾ നമുക്ക് അങ്ങനെ പരീക്ഷണങ്ങളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ പരീക്ഷിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ വരുന്നത് വരെ എന്തായാലും ഒരു പണിയും നടക്കത്തില്ല മുറ്റത്ത്. ഞാനും അച്ചു ഇന്നലെ കുറേ പ്ലാനൊക്കെ ചെയ്തിട്ടാണല്ലോ അകത്തോട്ട് കയറിയത്. പക്ഷേ ഇന്നിപ്പം ഞാൻ വിചാരിച്ചത് എന്നാന്ന്, അവർ വരുമ്പോഴത്തേക്കും നമ്മൾ അതെല്ലാം എടുത്ത് അവിടെ വെച്ചിട്ട് അവിടെ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പിന്നെ അവർ വരുമ്പോൾ ഇതെല്ലാം എടുത്ത് മാറ്റി കൊടുക്കണം. അപ്പോൾ അവർക്ക് അത്രയും സമയം നഷ്ടമാണ്. അവർക്ക് ബുദ്ധിമുട്ടാവില്ല നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചാൽ അവർ വരട്ടെ, വന്നിട്ട് അവർ പോയതിന് ശേഷം പിന്നെ സമയം ഉണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയും നേരത്തേക്ക് ഞാനിരുന്ന് തയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് തയ്ച്ച് എനിക്ക് സ്വന്തമായിട്ട് ഒന്ന് വെച്ചൊക്കെ നോക്കുമ്പോൾ ഒരു സന്തോഷമാണ്. പക്ഷേ ഇത് തയ്ച്ചപ്പം അത്ര പെർഫെക്റ്റ് അല്ലെങ്കിലും ഞാൻ വിചാരിച്ച അത്ര എത്തിയില്ല. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ തയ്ച്ചു. ഞാൻ എന്നിട്ട് അച്ചുവിനോടും ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു ഫുള്ള് തയ്ച്ച് തീർക്ക്, എന്നിട്ട് ഇപ്പം കണ്ടിട്ട് കുഴപ്പമില്ല, പക്ഷേ ഫുള്ള് തയ്ച്ച് ചുരിദാർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പറയാം ബാക്കി എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയായപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അത് തയ്ച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവരൊരു 4:30 കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നു കേട്ടോ. അപ്പം വന്നിട്ട് പിന്നെ ഇത്രയും എല്ലാം വാഷ് ചെയ്ത് തന്നു. മേളത്തെ പോട്ടൊന്നും ഇറക്കിയില്ല, അല്ലാതെ തന്നെ അവരതെല്ലാം ചെയ്തു. പിന്നെ മുഴുവൻ മതിലും കഴിയില്ല കേട്ടോ. ഫ്രണ്ടിൽ അത്ര ഒരു പോർഷൻ മാത്രം കഴുകി. പിന്നെ ബാക്കി പെയിൻറ്റൊക്കെ ചെയ്താൽ മതി. അത് ഞാനും അച്ഛനും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അന്ന് വെട്ടിയ ചെമ്പരത്തിയിലൊക്കെ തിളപ്പെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ അവിടെ ഉള്ള എല്ലാം എടുത്ത് അവർ മാറ്റി താഴേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ പുറകെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോകൾ ഇനിയുള്ള ദിവസങ്ങളിലിടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.